വിഷ്ണു ഒരിക്കൽ കൂടി ചേരുകയാണ്. വിഷ്ണു, വലിയ തരത്തിലുള്ള ഒരു വിയോഗം, വല്ലാത്ത വേദന. രാജ്യം മതേതരത്വത്തിൽ വേണ്ടി വാദിക്കുന്നവർ, രാജ്യത്തിൻ്റെ അടിച്ചമർത്തപ്പെട്ടവർക്ക് വേണ്ടി വാദിച്ചിരുന്ന ഒരു നേതാവ്, ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന് അനിഷേധനായ നേതാവ് വിടവാങ്ങുന്നത് വല്ലാത്ത വേദനയോട് കൂടി മാത്രമേ ഇന്ത്യയിലെ ഒരു ഇന്ത്യ എന്ന് പറയുന്ന ആശയത്തിന് വേണ്ടി നിലകൊണ്ട ആ നേതാവിൻ്റെ വിയോഗം. അല്പസമയത്തിനകം തന്നെ അദ്ദേഹത്തിൻ്റെ മൃതദേഹം പുറത്തിറങ്ങും. തത്സമയ ദൃശ്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. വിഷ്ണു, അദ്ദേഹത്തിൻ്റെ മൃതദേഹം പുറത്തേക്ക് ഇറക്കുന്ന ദൃശ്യങ്ങളാണ് കാണുന്നത്. പാർട്ടി കേന്ദ്ര കമ്മിറ്റി അംഗങ്ങൾ ഉൾപ്പെടെയുള്ളവർ ചേർന്ന് അദ്ദേഹത്തിൻ്റെ മൃതദേഹം ഇപ്പോൾ പുറത്തേക്ക് ഇറക്കിയിരിക്കുകയാണ്. ആംബുലൻസിലേക്ക് കയറ്റുന്ന അദ്ദേഹത്തിൻ്റെ മൃതദേഹം ആംബുലൻസിലേക്ക് കയറ്റുകയാണ്. അതിനുശേഷം ഇന്ന് തന്നെ JNU ക്യാമ്പസിൽ അദ്ദേഹത്തിൻ്റെ മൃതദേഹം പൊതുദർശനം. വിഷ്ണു ചേരുകയാണ്. വിഷ്ണു, ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ വീരവിപ്ലവകാരിയുടെ മൃതദേഹം ആംബുലൻസിലേക്ക് കയറ്റുകയാണ്. പാർട്ടി നേതാക്കൾ അടക്കമുള്ളവർ ചേർന്നാണ് അദ്ദേഹത്തിൻ്റെ മൃതദേഹം ഏറ്റുവാങ്ങിയത്. വിഷ്ണു, സിജു, തീർച്ചയായിട്ടും CPM ജനറൽ സെക്രട്ടറി ആയിരുന്ന സീതാറാം യെച്ചൂരിയുടെ മൃതശരീരം ഇപ്പോൾ ഏറ്റുവാങ്ങിയിരിക്കുകയാണ്. പാർട്ടി മുതിർന്ന നേതാക്കളടക്കം എത്തിയാണ്. MA ബേബി, പ്രകാശ് കാരാട്ട്, ബൃന്ദ കാരാട്ട് ഉൾപ്പെടെയുള്ളവരും മറ്റ് നേതാക്കളും SFI നേതാക്കളടക്കം ഇങ്ങോട്ടേക്ക് എത്തിയിരുന്നു. VP സാനു ഉൾപ്പെടെയുള്ളവരും എത്തിയാണ് ഇപ്പോൾ മൃതദേഹം ഏറ്റുവാങ്ങിയത്. നമുക്കിപ്പോൾ ദൃശ്യങ്ങളിൽ കാണാൻ കഴിയുന്നത് പോലെ ഈ ചൊരിയുന്ന മഴയിലും ഒരു വിപ്ലവ വീര്യം നെഞ്ചിലേറ്റി തന്നെയാണ് സഖാക്കളൊക്കെ ഇവിടെ നിൽക്കുന്നത്. ഇപ്പോൾ ആംബുലൻസിലേക്ക് മൃതശരീരം കയറ്റിയിരിക്കുകയാണ്. ഇവിടെ നിന്നും JNU സ്റ്റുഡൻസ് യൂണിയൻ ഓഫീസിലേക്കായിരിക്കും മൃതശരീരം കൊണ്ടുപോവുക. അവിടെ 15-20 മിനിറ്റോളം ഒരു പൊതുദർശനമുണ്ടാകും. ഒരുപക്ഷെ അതിൽ ഒരു സമയം നീണ്ടുപോകാനുള്ള സാധ്യതയുമുണ്ട്. കാരണം യെച്ചൂരി എന്ന് പറയുന്ന വിപ്ലവ നേതാവ് വളർന്നു വന്നത് JNUയിലൂടെയാണ്. JNU സ്റ്റുഡൻസ് യൂണിയനിലൂടെ വളർന്നു വന്ന നേതാവാണ് യെച്ചൂരി. അതുകൊണ്ട് തന്നെ ഒരുപക്ഷെ ഇത്തരത്തിൽ JNUവിലെ ആ ഒരു പൊതുദർശനം നീണ്ടുപോകാനുള്ള സാധ്യത കൂടി നമ്മൾ മുന്നിൽ കാണുന്നുണ്ട്. പക്ഷേ ഇവിടെ നേരത്തെ സൂചിപ്പിച്ച പോലെ കോരിച്ചൊരിയുന്ന മഴ തന്നെയാണ് ദില്ലിയിൽ. ഇന്നലെ മുതൽ വലിയ തലത്തിൽ കോരിച്ചൊരിയുന്ന ഒരു മഴയാണ്. പക്ഷേ എന്നിരുന്നാൽ പോലും ഇത്തരത്തിൽ യെച്ചൂരിയുടെ ഒരു മൃതശരീരം ഇപ്പോൾ ഏറ്റുവാങ്ങി ഇനി ആ ഒരു പൊതുദർശനം ഉൾപ്പെടെയുള്ള ചടങ്ങുകളിലേക്ക് നീങ്ങുകയാണ്. ആദ്യം JNU സ്റ്റുഡൻസ് യൂണിയനിലെ പൊതുദർശനം, അതിനുശേഷം അദ്ദേഹത്തിൻ്റെ വസതിയിലേക്ക് മൃതശരീരം എത്തിക്കും. വസതിയിലേക്കും നേതാക്കളൊക്കെ തന്നെ എത്തുമെന്നതാണ് അറിയിച്ചിരിക്കുന്നത്. വസന്ത് കുഞ്ചിലുള്ള വസതിയിൽ ഇന്ന് രാത്രി മുഴുവൻ അവിടെയായിരിക്കും മൃതദേഹം സൂക്ഷിക്കുക. അതിനുശേഷം നാളെ രാവിലെ 10 മണിയോടുകൂടി AKG ഭവനിലേക്ക് കൊണ്ടുവരും. പാർട്ടി ആസ്ഥാനത്തേക്ക് മൃതശരീരം കൊണ്ടുവരും. 11 മണിയോടുകൂടിയായിരിക്കും പാർട്ടി ആസ്ഥാനത്ത് യെച്ചൂരിയുടെ മൃതശരീരം എത്തിക്കുക. 3 മണിവരെ അവിടെ പൊതുദർശനം ഉണ്ടാകും. അതിനുവേണ്ട ക്രമീകരണങ്ങളൊക്കെ ഒരു അന്തിമഘട്ടത്തിലാണ്. പാർട്ടി ആസ്ഥാനത്ത് കൃത്യമായി തന്നെയുള്ള ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഇന്ന് മുതിർന്ന നേതാക്കളൊക്കെ ഈ ക്രമീകരണങ്ങൾ വിലയിരുത്തുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും ആ ഒരു പൊതുദർശനം 3 മണിവരെയായിരിക്കും നീളുക. 3 ആംബുലൻസിൽ അദ്ദേഹത്തിൻ്റെ മൃതദേഹം കിടത്തിയിട്ടുണ്ട്. ആംബുലൻസ് അല്പസമയത്തിനകം തന്നെ JNU ക്യാമ്പസിലേക്ക് പോകും. പാർട്ടിയുടെ മുതിർന്ന നേതാക്കൾ, പോളിറ്റ് ബ്യൂറോ അംഗങ്ങൾ പ്രകാശ് കാരാട്ട്, MA ബേബി, ബൃന്ദ കാരാട്ട് അടക്കമുള്ളവർ ചേർന്നാണ് മൃതദേഹം, ആ ധീരവിപ്ലവകാരിയുടെ മൃതദേഹം ഏറ്റുവാങ്ങിയത്. ഒരു പേമാരിയിലും കുതിർന്നു പോകാത്ത വിപ്ലവവീര്യം, ആ വിപ്ലവവീര്യത്തിൻ്റെ പേരാണ് സീതാറാം യെച്ചൂരി.